നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി മുലയംപറമ്പ് പൂര മൈതാനിയിലാണ്. എന്നോടൊപ്പം ഉള്ളത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. നമ്മുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാലിശ്ശേരി പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനമായി നടക്കുന്ന പതിർവാണിഭം എന്ന ആ ഒരു പരിപാടിയാണ്. ഇവിടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുകയാണ്. ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള പ്രദീപ് ചെറുവാശ്ശേരി നമ്മളോട് പറയുന്നതാണ്. പ്രദീപേ, നമസ്കാരം. നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തിട്ടുള്ളത് അല്ലേ? പൂരത്തിന്റെ തലേ ദിവസം എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഒരു 2 പൂരത്തിന്റെ തിരക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. അതെ അതെ, സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മൈതാനത്തിലുള്ള ആൾക്കാരുടെ അത്ര പുറത്തുണ്ടാവും. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ദൂരം നടന്നിട്ടാണ് വണ്ടി അത്ര ദൂരം വെച്ചിട്ടാണ് വന്നത്. ഇത്രയും അധികം തിരക്ക് പൂരത്തിന്റെ തലേ ദിവസം തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാൻ വരുന്നത്. ഇത് എല്ലാ വർഷവും അനുഭവപ്പെടുന്നതാണല്ലോ. അതെ. അപ്പൊ എന്താണ് ഈ പതിർവാണിഭം എന്ന ഈ ഒരു പരിപാടിയുടെ ചാലിശ്ശേരി മുലയംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പതിർവാണിഭത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്? എന്താണ് അതിന്റെ ചരിത്രം? ഇതെന്താണെങ്കിൽ പഴയ കാലത്ത് അന്നത്തെ കാലത്ത് നെല്ല് പതിരുണ്ടല്ലോ. ഈ പതിര് മാറ്റിയിട്ടുള്ള നെല്ല് ഒഴിവാക്കി ആ പതിര് കൊണ്ടുവന്നിട്ട് സാധാരണക്കാര് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ രീതിൻ്റെ മുന്നേ വിദേശങ്ങളൊക്കെ അതേപോലെ ആ പതിര് കൊണ്ടുവന്നിട്ട് അത് സാധനങ്ങൾക്ക് ഒരു സാധനം കൈമാറ്റല്ല. പക്ഷെ അവര് പാവങ്ങളായിരിക്കുമ്പോ അവർക്ക് പതിര് ആണ് നെല്ലല്ലോ കിട്ടുന്നത്. അപ്പൊ ആ പതിര് കൊണ്ടുവന്നിട്ട് അത് കൊടുത്തിട്ട് അന്നത്തെ കാലത്ത് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ഇതായിരുന്നു. ഇതാണ് ഈ പൂരത്തിന്റെ തലേദിവസം പതിർവാണിഭം എന്ന പേരിലാണ് ഇത് പണ്ട് മുതലേ അറിയപ്പെടുന്നത്. പിന്നെ ഇത് ഈ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറി. ഇന്നിപ്പോ അതെന്താണെങ്കിൽ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിവിടെ പ്രത്യേകിച്ച് ഒരു മറ്റുള്ള പൂരങ്ങളിലെ പോലെ ഇവിടെ തലേദിവസം പരിപാടികളോ യാതൊരുവിധ കലാപരിപാടികളോ സ്റ്റേജ് പ്രോഗ്രാമോ ഒന്നും ഇല്ലാതെയാണ് ഇത്രയും ജനത്തിരക്ക്. ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നത് ഇത് കാണാനായിട്ട് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ. കാണാനും സാധനങ്ങൾ വാങ്ങിക്കാവുന്നവരുണ്ടായിരിക്കും. അല്ലാതെ തന്നെ കാണാനായിട്ട് മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെയാണ് ഇതിലെ പാലക്കാട് ജില്ലയെക്കാളും കൂടുതൽ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ആയിരിക്കും. വളരെ 3 ജില്ലയുടെ സംഗമ ഭൂമിയാണ് ഇപ്പോൾ ചാലിശ്ശേരി. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, പിന്നെ അതുപോലെ ധാരാളം പേര് എറണാകുളത്തും ജില്ലയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്നു. അതേപോലെ തന്നെ നമ്മൾ സാധാരണ വിഷു, ഓണം, പെരുന്നാള് ഒക്കെ അതിനൊന്നും വരാത്ത വിദേശികൾ ആ സമയത്ത് എല്ലാവരും നാട്ടിൽ വരാത്ത ആളുകൾ ഈ സമയത്ത്, അതായത് ഈ നാടിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ്. ഇപ്പൊ ഇന്നലെക്കായിട്ട് ഫ്ലൈറ്റിൽ വന്നവരുടെ എണ്ണത്തിന് കണക്കില്ല. അത്രയധികം ആൾക്കാർ ഇന്നലെക്കായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 1-2 ആഴ്ച മുന്നേക്കായിട്ട് തുടങ്ങിയിട്ട് ഇന്നലെ വരെ ഇവിടെ പൂരത്തിനായി വേണ്ടി മാത്രം വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മഴുവിൻ്റെ തായ, കൈക്കോട്ടിൻ്റെ തായ, പിന്നെ അതുപോലെ തന്നെ ആയുധങ്ങൾ, കത്തി, അരിവാള്, അങ്ങനെയുള്ള സാധനങ്ങൾ, ചട്ടി, മുറം, പിന്നെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന ആ പഴയ സാധനങ്ങളിലൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോഴും കിട്ടും. ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്ര മൈതാനിയിൽ നടന്നാൽ ഇപ്പോൾ ഏത് സാധനം വേണേൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ഒരു എന്താ പറയാ ഇതിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെ? ഒരു സ്ഥിരം വലിയൊരു വരുമാനം തന്നെ എന്താ പറയാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കച്ചവടക്കാർക്കും ഇതൊരു വലിയൊരു കച്ചവടക്കാർക്കും വളരെ വലിയൊരു ഗുണമായിട്ടാണത്. ഇത് മറ്റുള്ള അടുത്തുള്ള പ്രദേശങ്ങളിലെ പൂരങ്ങളിലൊന്നും കാണാത്ത ഒരു ഇതാണ് ഈ പൂരവാണിഭം. ജാതി, മത, വർഗീയ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാറ്റിനും അപ്പുറം കടന്നുകൊണ്ട് അല്ലെ മതസൗഹാർദ്ദത്തിന്റെ ഒരു പരിപാടിയായിട്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ പ്രത്യേകത ഉണ്ട്. കാരണം ചാലിശ്ശേരി എന്ന് പറഞ്ഞാൽ ചാലിശ്ശേരി പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഈ അമ്പലങ്ങളുടെ ഒപ്പം തന്നെ മുസ്ലിം പള്ളികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അപ്പോൾ 3 ജാതിക്കാരും 3 മതക്കാരും ഉള്ള ഒരു സംഘമാണ് ഈ ചാലിശ്ശേരി എന്നുള്ള സ്ഥലം. അത് രാഷ്ട്രീയമായിട്ട് പറയുന്നത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരേ മാതിരി ഈ കാര്യത്തിൽ പൂരം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും അവരെല്ലാവരും കൂടി ഇടപെടുന്നൊരു പ്രത്യേകത കൂടി പറയുന്നില്ലേ. ഒരു നാടിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്, നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഒരു നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് നമുക്കറിയാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
ഒരുപോലെ കൂട്ടായി നിന്നുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവമായി ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവമാണിത്. അത് തന്നെയാണ് ഈ നാടിൻ്റെ എന്താ പറയുക ഒരു വിജയം. ഇവിടെ സാധാരണ ഇതിലൊരു അടിപിടി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ നമ്മൾ ഈ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി നിർദ്ദേശം അനുസരണം, അതായത് കഴിഞ്ഞ ആഴ്ച കമ്മിറ്റി കൂടിയിരുന്നു. DYSP സാറാണ്, ബഹുമാനപ്പെട്ട ഷൊർണൂർ DYSP മനോജ് കുമാർ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മിറ്റി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി പറയുന്ന പോലെ വളരെ അച്ചടക്കത്തോടു കൂടി അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെങ്കിൽ കൊണ്ടുവരുന്ന യാതൊരു തലയെക്കെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ കൊടിയോ അങ്ങനെ യാതൊരുവിധ പ്രത്യേകത അതൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് അങ്ങനെ വേണ്ട ഒരു ദേശീയ ഉത്സവമായിട്ട് തന്നെ ഇത് കൊണ്ടുപോകുക. അത് മാത്രമല്ല യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്നേ വരെ ഞാനിവിടെ ചുരുങ്ങിയത് ഒരു 15-17 വർഷത്തോളമായി സ്റ്റേജിൽ അനൗൺസ് ചെയ്യാറുള്ള ഞാനാണ്. അപ്പോൾ ഇന്നേ വരെ ഈ ക്ഷേത്ര മൈതാനിയിൽ പൂര ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ യാതൊരുവിധ പ്രശ്നങ്ങളോ അടിപിടിയോ അങ്ങനെയൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ ഇവിടുന്ന് പൂരമൊക്കെ കഴിഞ്ഞു പോയി പ്രാദേശികമായിട്ട് ഒരു സ്ഥലത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ അല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. പിന്നെ നമുക്കറിയാവുന്ന മാതിരി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു ആഘോഷമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വലിയ വലിയ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആന വെടിക്കെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് ആളുകൾ എന്താ പറയുക ഈ കമ്മിറ്റിക്കാർ, അതായത് ഓരോ ഇതിൻ്റെയും സംഘാടകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ഒരു നാടിനെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആവശ്യമായ ഫണ്ടൊക്കെ എന്താ പറയുക അതൊക്കെ റേസ് ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതൊക്കെ റേസ് ചെയ്തുകൊണ്ട് എല്ലാവിധ റിസ്കുകളും ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാരവാഹികളാണ് അകത്ത് പോവുക. അപ്പോൾ അത്രയും റിസ്ക് ഒരു നാടിൻ്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നവരാണ് സംഘാടകർ. അവർക്ക് ഏറ്റവും കൂടുതൽ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, നമ്മളെ ഈ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം സംഗമഭൂമി എന്ന് പറയുന്ന പോലെ തന്നെ ഈ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം 3 ജില്ലകളിൽ നിന്നും ഇങ്ങോട്ട് പ്രാദേശിക പൂരങ്ങൾ വരുന്നുണ്ട്. പൂരം വരുന്ന വളരെ അപൂർവമാണ് ക്ഷേത്രമാണ്. അപ്പൊ അത് ഈ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി എന്ന് പറഞ്ഞ വർഷങ്ങളായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതിന്റെ എല്ലാവിധ വളരെ ഭംഗിയായ രീതിയിൽ ഇത് നടത്താറുണ്ട്. ഇതിന് നമ്മുടെ ഈ ശബ്ദവും സംവിധാനവും വെളിച്ചവും വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അറീന ലൈറ്റ് ആൻഡ് സൗണ്ട് മീഡിയയാണ്. അവർ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള ഇതിനുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുമായി സഹകരിച്ച് അവരും ചെയ്യാറുണ്ട്. അവർക്കും ഒരു പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. വളരെ ഏകദേശം ഒരു 50-ലധികം കമ്മിറ്റികളുണ്ട് അല്ലേ? ഏകദേശം 50ഓളം കമ്മിറ്റികളുണ്ട്. ഈ എല്ലാ കമ്മിറ്റികളെയും ഓരോ കമ്മിറ്റിക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ആ എല്ലാ കമ്മിറ്റികളെയും നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ വിജയം. ഈ വേളയിൽ ഇവരെല്ലാവരെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് മുതൽ വിവിധ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ എന്താ പറയുക സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിൻ്റെയും കൂട്ടായ്മ, ഈ നാട്ടിലത്തെ ഓരോ മനുഷ്യൻ്റെയും എന്താ പറയുക വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം, അത് തന്നെയാണ് വിജയം. ചാലിശ്ശേരിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, പൂരാശംസകൾ നേരുന്നു. താങ്ക് യു.